സാറേ, SDP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. പക്ഷേ അവരെ ഇപ്പോൾ ഒതുക്കിക്കൂട്ടാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. ഇപ്പോൾ പുതിയ വിവരം അനുസരിച്ച് 10 സംസ്ഥാനങ്ങളിലായി 14 ഇടങ്ങളിൽ റെയ്ഡ് നടക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലപ്പുറത്താണ്. ഈ കള്ളപ്പണ വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ റെയ്ഡ് മുഴുവൻ നടക്കുന്നത്. അങ്ങനെ ഈ SDP കേരളത്തിൽ നിന്നും തുടച്ചു നീക്കുന്നു. മലപ്പുറത്തും ഒപ്പം തിരുവനന്തപുരത്തും റെയ്ഡ് നടക്കുന്നുണ്ട്. കാരണം ഇത് രണ്ടിടവും ഇവരുടെ ഒരു കേന്ദ്രം തന്നെയാണ്. SDP കഴിഞ്ഞ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ ഒരു സീറ്റ് നേടുകയും ചെയ്തു. കോൺഗ്രസിൻ്റെ സീറ്റാണ് SDP പിടിച്ചെടുത്തത്. പാലക്കാട്ടെ SDP UDF വിജയത്തിന് പിന്നിലില്ലായിരുന്നു. അവരല്ലേ ആഹ്ലാദ പ്രകടനം നടത്തിയതിൽ ആദ്യം വയനാട്ടിലെ. ഇതൊക്കെ നേരത്തെ തന്നെ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പോപ്പുലർ ഫ്രണ്ടിന് നിരോധനം ഏർപ്പെടുത്തിയതിന് പിന്നാലെ ഇവർക്കും വരുമോ എന്നുള്ളതാണ്. ഇവർക്കും വരും എന്നുള്ളതിൻ്റെ സൂചനകളാണ് കിട്ടിത്തുടങ്ങിയിരിക്കുന്നത്. അതായത് രാജ്യമൊട്ടാകെയാണ് റെയ്ഡ് നടത്തുന്നത്. അതിൽ കേരളത്തിലെ 2 സ്ഥലങ്ങളിൽ. അപ്പോൾ ഈ താന, ചെന്നൈ, ജയ്പൂര്, അപ്പം ഈ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇവർ വളരെ ശക്തി കേന്ദ്രങ്ങളായി മാറിയിട്ടുള്ളതാണ്. ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടതിന് ശേഷം ഇതിലുണ്ടായിരുന്ന അണികളൊക്കെ തന്നെ ഇതിനകത്തോട്ടേക്ക് മാറി, SDP മാറി. പിന്നെ ഇവരുടെ ഫണ്ട് മുഴുവൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് SDP ആകുകയും ചെയ്തു. ഇവരുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ അന്ന് മരവിപ്പിച്ചല്ലോ. ആദ്യം ഒരു റെയ്ഡ് നടത്തി പ്രധാനപ്പെട്ട മുൻനിര നേതാക്കന്മാരെയൊക്കെ കൽത്തുറുങ്ങിനകത്താക്കി. അത് കേരളത്തിലെ പോലീസുകാർ അറിയാതെ നടത്തിയ റെയ്ഡാണ്. ഇതിനെ മറ്റേ പുലർച്ചെ പോലീസുകാരെ ഈ റെയ്ഡ് നടന്നപ്പോഴാണ് അറിയുന്നത് ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അതിന് പിന്നാലെയും ഇവർ റെയ്ഡ് നടന്നു എന്നുള്ളതാണ്. സാധാരണ ഒരു സംഘടനയെ നിരോധിച്ചു കഴിഞ്ഞാൽ അത് നിരോധിച്ചു, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് പിന്നെ ഒരു തുടരന്വേഷണം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവർ തുടരന്വേഷണം നടത്തുന്നുണ്ട്. എപ്പോഴും അതാണ് ആവശ്യം. കാരണം ഒരു സംഘടനയെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ നിരോധിച്ച് കഴിഞ്ഞാൽ ഇത് വേറൊരു രൂപത്തിലും ഭാവത്തിലും മറ്റൊന്നായിട്ട് വളർന്നു വരാൻ, രൂപാന്തരം പ്രാപിച്ചു വരാൻ വരുന്ന സാഹചര്യം ഉണ്ട്. മുൻകാലങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും എന്ന് അറിയാവുന്ന വിദഗ്ധരെന്ത് ചെയ്യും? ഇക്കാര്യത്തിൽ തുടരന്വേഷണം വയ്ക്കും. അങ്ങനെ പിടികൂടും. ഇപ്പോൾ ഇവർ ഏറെക്കാലമായിട്ട് കേന്ദ്രം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഈ SDP-യെ. ഈ SDP-യെയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ എന്താ? ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിണറായി വിജയൻ വയനാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പറയുകയുണ്ടായി, UDF-നോട് ലീഗിനോടും പറയുകയുണ്ടായി, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയും SDP-യെയും കൂടെ ചേർത്ത് നിർത്തി നിങ്ങൾ അത്തരത്തിലുള്ള വർഗീയ സ്വഭാവം കാണിക്കുന്നവരാണ് എന്ന രീതിയിൽ പറയുകയുണ്ടായി. ഇത് പിണറായി വിജയന് ഇവരെയൊക്കെ ചേർത്ത് നിർത്തിയിട്ടില്ലേ? പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ ഇവരും പറഞ്ഞില്ലേ ഇത് ജനാധിപത്യ ലംഘനമാണ്, പൗരാവകാശ ലംഘനമാണ്. തന്നെ ഇടയ്ക്ക് ഒരു പത്രസമ്മേളനം നടത്തിയ പാലക്കാട് സമയത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, നേമത്തും കാസർഗോഡ് ഉൾപ്പെടെയുള്ള പല മണ്ഡലങ്ങളിൽ CPM-നും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും എല്ലാവർക്കും പരസ്യമായി സഹായം ചെയ്തതായി ആ നേതാക്കൾ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. ഉണ്ട്, പലയിടങ്ങളിലും ഉണ്ടല്ലോ. ഇവര് മുമ്പൊരിക്കൽ ഓർക്കുന്നുണ്ടോ, ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് കുഞ്ഞാലിക്കുട്ടി SDP-യുടെ നേതാക്കന്മാരെ കണ്ടിട്ടിറങ്ങുന്ന ചിത്രം പത്രങ്ങളിൽ വന്നത് വ്യക്തമായ തെളിവല്ലേ അത്? അന്ന് കുഞ്ഞാലിക്കുട്ടിയൊക്കെ മറ്റു ചില ന്യായീകരണങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയും ഈ പോപ്പുലർ SDP-യുമായിട്ട് ലീഗ് കൂട്ടുകൂടില്ല എന്ന് എന്തുറപ്പ്? ലീഗ് ആരുമായിട്ടും കൂട്ടുകൂടും. അല്ല, അത് നാം പാലക്കാട് കണ്ടല്ലോ. ഈ രാഹുലിന്റെ വിജയത്തിന് പിന്നാലെ ആദ്യം പൊതുനിരത്തിൽ ഇറങ്ങിയത് SDP-യാണ്. വയനാട്ടിലും ഉണ്ടായിരുന്നല്ലോ. ഈ 2 ഇടങ്ങളിലാണ് വളരെ കൂടുതൽ. വയനാട്ടിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പിന്നെ ഇവർക്കൊക്കെ തന്നെ വളരെ സുരക്ഷിതമായ ഇടമാണ് കേരളം എന്ന് നന്നായിട്ട് അറിയാം. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പലരെയും മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് പോലും പുറത്താക്കി
പോപ്പുലർ ഫ്രണ്ടല്ല SDPIയുടെ ഈ കൂട്ടത്തിൽ വരുന്ന വാർത്തകളിൽ ഒന്നാണ്. അപ്പോൾ പല ഇടങ്ങളിലായിട്ട് കിടക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ പലപ്പോഴും സ്രോതസ് എവിടെയാണ് വന്ന് നിൽക്കുന്നത്? കേരളത്തിലാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെയും നല്ല വൻനിര നേതാക്കന്മാരെല്ലാം കേരളത്തിൽ നിന്നല്ലേ കൊണ്ടുപോയത്. അപ്പോൾ ഇവർക്ക് ഇവിടെ നിൽക്കാൻ പിന്നെ ഒളിത്താവളമുണ്ട്, പരിശീലന കേന്ദ്രമുണ്ട്, പിന്നെ അല്പം ഒന്ന് ചാഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും മുന്നണികളുടെ കൂടെ നിൽക്കാം. UDFിൻ്റെ കൂടോ അല്ലെങ്കിൽ അവസരം കിട്ടുമെന്നുണ്ടെങ്കിൽ LDFിൻ്റെ കൂടെയും നിൽക്കാം എന്നുള്ളതാണ്. ഈ രണ്ട് മുന്നണികളുടെയും ഒപ്പം നിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിണറായി വിജയൻ ഈ അടുത്ത സമയത്താണ് ലീഗിനെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി SDPIയെ പഴിയാരി നിന്നത്. ഈ SDPIയുടെ ഒക്കെ സഹായം മുമ്പ് CPMന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ലാതായിപ്പോയി. ലീഗിനെ ഒന്ന് താറടിക്കണം, അതിനു വേണ്ടിയാണ് പിണറായി അന്ന് ഈ പറഞ്ഞതുമൊക്കെ തന്നെ. ഇനിയിപ്പോൾ ഇവർ എന്ത് ചെയ്യും? SDPIയെ ഇവർക്ക് ആർക്കെങ്കിലും അംഗീകരിക്കാൻ കഴിയുമോ? കേന്ദ്ര ഇത്തരത്തിലുള്ള ഈ റെയ്ഡ് നടക്കുന്നു, ഇനിയിപ്പോൾ നോക്കിക്കൂ, അധികം വൈകണ്ട, ഇത് നിരോധിച്ചു എന്നുള്ള ഒരു ഉത്തരവായിരിക്കും വരുന്നത്. ഇവർക്കുണ്ടാകുന്ന ഫണ്ടെന്ന് പറയുന്നത് വളരെ വലിയ ഫണ്ട് തന്നെയായിരിക്കും. ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുൻനിര നേതാക്കന്മാരെയെല്ലാം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ താഴെത്തട്ടിൽ കുറേ പേരുണ്ടല്ലോ. ഇപ്പോൾ ആലപ്പുഴയിൽ നമ്മൾ പ്രകടനം കണ്ടതാണ്. എന്തുമാത്രം വലിയ പ്രകടനമല്ലായിരുന്നു. ഒരു CPMൻ്റെ ഒക്കെ വലിയ പ്രകടനം പോലെ ആയിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രകടനം കണ്ടത്. ഇവരെ എല്ലാവരെയും കൊണ്ടുപോയിട്ടില്ലല്ലോ. ഇടയ്ക്കും കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലും പ്രകടനം ഉണ്ടായിരുന്നു. വഖഫ് സംരക്ഷണ അതിൻ്റെ പേരിൽ. ഇപ്പം ഞാൻ ചോദിച്ചിട്ട് ഇവരെ എല്ലാം കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതിന് തെളിവ് വേണ്ടേ? അതിൽ പോപ്പുലർ ഫണ്ടിൽ അതിനെ പോപ്പുലർ ഫണ്ടിനെ പോലെ SDPIയെ പെട്ടെന്ന് നിരോധിക്കാൻ കഴിയില്ല. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉൾപ്പെടെ അംഗീകാരവും അനുവാദവും കിട്ടിയാൽ മാത്രമേ ഇങ്ങനെ ഒരു നീക്കത്തിൽ. പക്ഷേ അവരിലൊക്കെ തീവ്ര ഇത്തരത്തിലുള്ള വർഗീയ സ്വഭാവം ഉണ്ട് എന്നൊക്കെ കഴിഞ്ഞാൽ അത് കേന്ദ്രം വേണ്ട തരത്തിൽ ഇടപെടുകയും അതിനകത്ത് നിരോധനം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പം ഇവർക്ക് എത്രയും അണികൾ എങ്ങനെ വന്നു SDPIക്ക്? ഈ പോപ്പുലർ ഫ്രണ്ടിലെ നിരവധി പേരെ, മുൻനിര നേതാക്കന്മാരെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ, അല്ലെ സെക്കൻഡ് നിര, അതിന് താഴോട്ടില്ലല്ലോ. അണികളെ എങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്? എന്ത് അടിസ്ഥാനത്തിൽ, എന്ത് തെളിവിൻ്റെ പേരില്ലേ? അപ്പോൾ ഇവരൊക്കെ എങ്ങോട്ടേക്ക് ചായും? SDPIയിലേക്ക് ചാഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീവ്ര വർഗീയ സ്വഭാവമുള്ളവർ, ഈ ഒരു പ്രസ്ഥാനത്തിന് നിരവധി പോഷക സംഘടനകൾ ഉള്ളതുപോലെ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ തന്നെ വേറൊരു വകഭേദമാണ്. പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം കൃത്യമായി തന്നെ ഒരു തുടർച്ചയുണ്ടല്ലേ? അതിന് പിന്നാലെയാണ് ഈ റെയ്ഡ് നടക്കുന്നത്. 10 സംസ്ഥാനങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. ആ റെയ്ഡ് അതാണ് വളരെ വളരെ ശക്തിയോടുകൂടി വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് നടത്തിയിരിക്കുന്നത്. ഈ പോപ്പുലർ ഫ്രണ്ടുകാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരുന്നു. ഇന്ത്യ ഒട്ടാകെ ഒരേ സമയമാണ് റെയ്ഡ് നടന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ഓരോ സംസ്ഥാനത്തും അങ്ങനെ പറ്റത്തില്ല. ഇത് കേരളത്തിൽ നിന്ന് കൂടുതൽ പേരെ കൊണ്ടുപോയത് കൊണ്ട് നമ്മളുടെ ഇടയിൽ അത് കൂടുതൽ വാർത്തയാവുകയും ഒക്കെ ചെയ്തു. കാരണം അവരുടെ ശക്തി കേന്ദ്രമാണല്ലോ, ശക്തി കേന്ദ്രമായി. കാരണം ഇപ്പൊ തന്നെ നമ്മൾ സമീപകാലത്ത് നമ്മൾ ചെയ്ത പല വീഡിയോകളിലും നമ്മൾ പറയുകയുണ്ടായില്ലേ, ഇവർക്ക് MEG7 അല്ലേ, ഇവരുടെ എന്താ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ളത്. ഇതിനകത്തൊക്കെ എന്താണ്, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് മാറുക. പിന്നെ ഒരു വ്യായാമ സംഘടനയെ ഏതെങ്കിലും തരത്തിൽ വന്ന് റെയ്ഡ് ചെയ്തോ അല്ലെങ്കിൽ കുറ്റം ആരോപിച്ചോ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഇവരൊക്കെ വേറെ വേറെ പല വേഷങ്ങളിൽ ഇവിടെ ഇങ്ങനെ കേരളത്തിൽ തമ്പടിച്ച് നിൽക്കുന്നത്. കേരളത്തിൽ എന്തുകൊണ്ട് വളരുന്നു എന്ന് ചോദിച്ചാൽ LDFിൻ്റെയും UDFിൻ്റെയും ഒക്കെ തന്നെ സഹായം എപ്പോഴും കിട്ടും. ഒരു വോട്ട് ബാങ്കാണ്, ഒരു ചെറിയ വോട്ട് ബാങ്കാണ്. ചില പ്രദേശങ്ങളിൽ ഇവർക്ക് കൂടുതൽ സ്ട്രെങ്തുമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ പാങ്ങോട് സൈഡിലാണ് ഇവർ ഒരു സീറ്റ് ഉപതെരഞ്ഞെടുപ്പിൽ നേടിയിരിക്കുന്നത്. ആ ഭാഗത്തുള്ള സ്ട്രെങ്ത് വളരെ കൂടുതലാണ്. പിന്നെ ഇനിയിപ്പോൾ ആ സ്ട്രെങ്ത് കൂടിക്കൊണ്ടുവരികയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൽ നിന്നുള്ള. ഇതൊക്കെ എന്തായാലും ആ പാർട്ടിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുമല്ലോ. കാരണം മാസങ്ങൾ കഴിഞ്ഞുടൻ തന്നെ കേരളത്തിൽ ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വരികയാണ്. കഴിഞ്ഞ തവണ അവർ മുഴുപ്പിലങ്ങാട്, ഈരാറ്റുപേട്ട അടക്കം പല പ്രദേശങ്ങളിലും വിജയിക്കുകയും 100-ലധികം സ്ഥലങ്ങളിൽ ഇവർക്ക് ജനപ്രതിനിധികളെ ലഭിച്ചു. പക്ഷേ ഈ നിർണായക നിമിഷത്തിൽ ഇങ്ങനെ റെയ്ഡ് അതിൻ്റെ ഒരു രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കില്ല. ഇത് ആരെ കൂടെ ബാധിക്കുമെന്നറിയാമോ? ലീഗിനെയും ബാധിക്കും. കാരണം പിണറായി വിജയൻ ഇവിടെ എന്ത് ചെയ്യും? ചില തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. ഇവരെയൊക്കെ വളർത്തുന്നത് ലീഗാണെന്നുള്ള രീതിയിൽ കൊണ്ടുവരും. അങ്ങനെ ലീഗിനകത്ത് ഏതെങ്കിലും തരത്തിലൊരു പിളർപ്പുണ്ടാക്കാനോ ഒക്കെ ഈ അവസരം
പിണറായി ഉപയോഗിക്കും. അത് അടുത്ത വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് ലാക്കാക്കിക്കൊണ്ട് തന്നെയായിരിക്കും അത്തരത്തിലുള്ള പ്രയോഗവും.